വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപിൻ്റെ നിലവിളി, ദിവാകര എനിക്ക് കുറച്ച് സമയം തരണം, ഞാൻ തിരുത്തിക്കോളാം പ്ലീസ്. സംഭവം മനസ്സിലായോ? തിരുവനന്തപുരത്ത് CPIയുടെ നേതൃത്വത്തിൽ AITUC-ക്കാരും എല്ലാം കൂടെ ചേർന്നിട്ട് ധർണ. ട്രംപ് നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് CPIയുടെ നേതാവ് ദിവാകരൻ പ്രസംഗിച്ചിരിക്കുന്നു. ട്രംപ് പേടിക്കാതിരിക്കുമോ? അത് മാത്രമല്ല, ട്രംപിൻ്റെ പേടി കൂടാനൊരു കാരണമുണ്ട്. കോട്ടയം ജില്ലയിലെ പുളിക്കമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി വ്യാപകമായി പോസ്റ്റ് ഒട്ടിച്ചു. ട്രംപിനെ തിരഞ്ഞെടുത്തത് അമേരിക്ക മാത്രം ഭരിക്കാനാണ്, ലോകം മുഴുവൻ ഭരിക്കാൻ വരണം. ആ പോസ്റ്റർ ഞാൻ കണ്ടു. ട്രംപ് പേടിച്ചിരിക്കുകയാണ്. ട്രംപ് എന്ത് ചെയ്യും ഇനി? അതാണ് പ്രശ്നം. ഈ ദിവാകരൻ എന്തുകൊണ്ടാണ് ട്രംപ് മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് പറയുന്നത്? US സൈഡൊക്കെ നിർത്തി. US സൈഡ് ലോകത്തെമ്പാടും അപ്പം മറ്റേ പിന്നെ ചങ്ങലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു, അതൊക്കെ ആയിരിക്കും. അതായത് ഇന്ത്യക്കുള്ള സഹായം, സാമ്പത്തിക സഹായം നിർത്തിവെച്ചു. മറ്റേ ഇവർക്ക് കൊടുക്കാനുള്ള US സൈഡ്. ട്രംപ് അപ്പോൾ പറഞ്ഞത് എന്താണ്? ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ കയ്യിൽ പൂത്ത പണമുണ്ട്, ഇനി എന്തിനാ കൊടുക്കുന്നത്? കാരണം സോറോസ് കൊടുക്കുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധിക്ക്, പിന്നെ ഞാനിവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല സാർ, ഞാൻ ചോദിക്കുന്നതല്ല. ഈ ലോകം വല്ലാതെ മാറി മറിക്കുക. CPI എന്ന് പറയുന്നത് എന്താ എന്നുള്ളത് CPM പോലും ഇല്ല. ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചില ആളുകൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ മുണ്ട് മടക്കി കുത്തി അല്ലെങ്കിൽ മുണ്ടഴിച്ചിട്ട് വിരൽ ചൂണ്ടി ട്രംപേ അരുത്, ട്രംപിന് താക്കീത് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അപഹാസ്യമായ നാടകങ്ങൾ ഇവർക്ക് ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിലും നിർത്തിക്കൂടെ? ഇത് കുറേ വർഷങ്ങൾ ഞാൻ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിൽ ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം പതിച്ചു തന്നിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒരു രീതിയുണ്ട്, അത് ആഗോള രീതിയാണ്. ഒരാളൊരു പ്രസംഗം നടത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ ആ 1.5 മണിക്കൂറിൻ്റെ ആദ്യം രാജ്യാന്തര കാര്യങ്ങൾ ആണ് പ്രതിപാദിക്കുക, പിന്നെ ദേശീയ കാര്യങ്ങൾ, പിന്നെ സംസ്ഥാനം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ EMSൻ്റെയൊക്കെ ധാരാളം പ്രസംഗങ്ങൾ ഞാൻ ഈ ഇൻ്റർനാഷണൽ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്യൂബ തുടങ്ങി ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വേല, അവരോടൊക്കെ അമേരിക്ക കാണിക്കുന്ന ഈ വലിയേട്ടൻ മനോഭാവം ഉണ്ടല്ലോ, ഈ ഇടത് രാജ്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നതാണ്, അതൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും. ഇയാളെയൊക്കെ കെട്ടുകെട്ടിക്കും, അമേരിക്കൻ സാമ്രാജ്യത്വം അറബിക്കടലിൽ. അതുപോലെ പക്ഷെ ഇവിടെ ദിവാകരനൊക്കെ ഇരുന്നിട്ട് താക്കീതാണ്, ട്രംപിന് താക്കീത് കൊടുത്തു. ഈ താക്കീതുകൾ ഇപ്പോഴും ഒക്കെ ഇവര് മുഖപ്രസംഗമൊക്കെ ആയിട്ട് എഴുതുന്നുണ്ടാവും. പക്ഷെ ജനയുഗം പത്രം ആരും കാണുന്നില്ലല്ലോ. അതെ, പക്ഷെ മൈക്ക് വെച്ച് ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ചിരിക്കില്ലേ സാർ? അല്ല, ട്രംപിന് വിഷമം ഉണ്ടാവില്ലേ? പക്ഷെ ട്രംപ് മിക്കവാറും ഇവിടെ ഏതെങ്കിലും ഒരു സഖാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ദിവാകരന്റെ ഒരു മയത്തിലൊക്കെ ഒന്ന് പറയണം ഇങ്ങനെ തന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു. ഞാൻ പണ്ട് അവർക്ക് മറ്റേ സോവിയറ്റ് യൂണിയൻ കാശൊക്കെ കൊടുത്തിരുന്നു. 1991 സോവിയറ്റ് യൂണിയനിലെ ഗോർബച്ചേവ് പിരിച്ചുവിട്ടു. ഞാനിപ്പോൾ പുട്ടിനുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ, അത് ദിവാകരൻ അറിഞ്ഞുകൂടെ? ഒരു മയത്തിലൊക്കെ വേണ്ടേ? ഇവരിതിങ്ങനെയല്ല, ഇവർ ഈ മുഖപ്രസംഗം എഴുതും ഈ പത്രത്തിലൊക്കെ, ട്രംപ് നിലക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തും. മറ്റേ ദേശാഭിമാനിയും ഇങ്ങനത്തെ മുഖപ്രസംഗങ്ങളൊക്കെ എഴുതാറുണ്ട്. ഈ ഇവർ ചെയ്തതൊക്കെ ഈ തിരിച്ചു വന്നില്ലേ ഫ്ലൈറ്റില്, അതിൽ 2 പേര് കൊലക്കേസ് പ്രതികളായിരുന്നു. അത് കൊലക്കേസ്, ബലാത്സംഗ കേസ് ഒക്കെ ഉണ്ട്. പഞ്ചാബ് പോലീസ് അപ്പം തന്നെ പിടിച്ചോണ്ട് പോയി. നമ്മളിത് ആദ്യം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് അങ്ങനത്തെ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ, നമ്മൾ ചോദിച്ചാണ്. അത്ര ആളുകളുണ്ട്, അതിവിടെ വലിയ ചർച്ചയായില്ല. അതിൻ്റെ അകത്ത് കൊലക്കേസ് പ്രതി, ബലാത്സംഗ കേസ്, അങ്ങനെ കൊലക്കേസൊക്കെ നടത്തിയിട്ട് ഈ രാജ്യം വിട്ടതാണ്. രാജ പാസ്പോർട്ടും ഒക്കെ എടുത്തിട്ട് മുങ്ങിയ ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വേറൊരു കക്ഷി 2 തവണ, ആദ്യമേ ഒന്ന് അമേരിക്ക ഡിപ്പോർട്ട് ചെയ്തു, 10-60 ലക്ഷം രൂപ എടുത്ത് പോയതാണ്. വീണ്ടും വന്നിട്ട് പിന്നെയും പോയി, രണ്ടാമത് വീണ്ടും ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ
ഈ ഇവര് പറയുന്ന പോലെ പ്രോലിറ്റേറിയറ്റ് ആണോ ഈ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും പോകുന്നവര് 1 കോടി രൂപ ഏജന്റിന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. 1 കോടി രൂപ ഇവിടെ വേണ്ടി കച്ചവടം തുടങ്ങി മാന്യമായിട്ട് ജോലി ചെയ്യാം. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ CPM എക്കാലത്തും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലത്തും പറയാറുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം നയിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒക്കെ മുന്നിലുണ്ടാവും എന്നൊക്കെ ഇവർ പറയാറുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒന്നുമില്ലാണ്ടായി മാറി. എന്നിട്ടും ഇവർ പഴയ പോലെ അമേരിക്കയ്ക്ക് നേരെ, ട്രംപിന് നേരെ വിരൽ ചൂണ്ടി ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ ഈ പുളിക്കമറ്റം ബ്രാഞ്ചിലെ സഖാക്കൾ ട്രംപിനെ തെരഞ്ഞെടുത്ത് US മാത്രം ഭരിക്കാനാണ്, ലോകം മുഴുവൻ ഭരിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാനുള്ള വിവരക്കേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഈ ആരെങ്കിലും പറഞ്ഞ് ഇത് പോസ്റ്റർ അങ്ങനെ ഒട്ടിച്ചതല്ല, സംഘികളോ ആരെങ്കിലും കളിയാക്കാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നിഷേധിക്കണമായിരുന്നു. ഞങ്ങളങ്ങനെ പോസ്റ്ററൊന്നും ഒട്ടിച്ചിട്ടില്ല എന്ന്. ഏതായാലും നിഷേധിച്ചിട്ടില്ല, അതുകൊണ്ട് അതുള്ളതാണെന്ന് തന്നെ വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഏത് ലോകത്താണ്? ഇപ്പോഴും വളരെ വളരെ പ്രാചീനമായ ലോകത്താണ്. എന്താണെന്ന് വെച്ചാൽ വളരെ മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവര് അങ്കിൾ സാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നു, അമേരിക്കയെ ചീത്ത പറയാനായിട്ട്. ആ അങ്കിൾ സാം എന്നുള്ളത് എങ്ങനെയാ വന്നതെന്നുള്ളത് എനിക്ക് ഉറപ്പില്ലെങ്കിലും ഈ സാർത്രന്റെ റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്, മാന്യായ വേശ്യ എന്ന് പറഞ്ഞ് ഇത് മലയാളത്തിലും TM എബ്രഹാം ആണെന്ന് തോന്നുന്നു പരിഭാഷ ചെയ്തു വന്നിട്ടുണ്ട്. അതിൽ ഈ അങ്കിൾ സാം എന്നാണ് അമേരിക്ക ഒരു രൂപത്തിൽ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു വ്യക്തിയായിട്ട് അങ്കിൾ സാം അതിൻ്റെ അകത്ത് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്നായിരിക്കാം വന്നത്. എന്തായാലും ഈ കൂട്ടിക്കൊടുപ്പിനും ഒക്കെ സഹായിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആണ് അങ്കിൾ സാം അതിലൊക്കെ വരുന്നത്. അപ്പോൾ അന്നിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇത് സോവിയറ്റ് യൂണിയനൊക്കെ നിലനിന്ന കാലത്ത്, ശീതസമരത്തിൻ്റെ കാലത്താണ് അമേരിക്കൻ സാമ്രാജ്യത്വം. സത്യത്തിൽ അമേരിക്ക എവിടെയാണ് പോയി കോളനി ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്രിട്ടൻ മറ്റേ ലോകം മുഴുവൻ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാക്കി. പോർച്ചുഗല്, ഡച്ചുകാര് ഈ അമേരിക്ക എവിടെയെങ്കിലും പോയി കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ? ഉണ്ടാവും. വല്ല ദ്വീപുകളൊക്കെ വല്ല സ്ഥലത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അവരങ്ങോട്ട് കുടിയേറിപ്പോയ ആളുകളാണ് അല്ലേ? ബ്രിട്ടനിൽ നിന്നുമൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയ. അമേരിക്ക ഇന്നത്തെ വൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ വൈറ്റ്സ് അവിടുത്തുകാരല്ല. അല്ല, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന അവിടെ പോയി ഇറങ്ങി അങ്ങനെ ഉണ്ടാക്കിയ സ്ഥലമാണ് അവർ. കുടിയേറ്റക്കാരാണ് അവർ. ഇവിടത്തേക്ക് കുടിയേറ്റക്കാരെ പോലെ തന്നെ കുടിയേറി ജീവിതമുണ്ടാക്കിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അധ്വാനിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് പേറ്റന്റുകളൊക്കെ ഉണ്ട് കണ്ടുപിടുത്തത്തിന്റെ. ഈ അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ ലോകം എങ്ങനെ ആകുമായിരുന്നു? ഇത്രയും ലോകത്തിനെ ആധുനികവൽക്കരിച്ചതിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കാണുള്ളത്. നമ്മൾ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അമേരിക്ക വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു വലിയ ശാപമാണ് ലോകത്തിന് എന്ന് പറയാൻ പറ്റില്ല. ഒന്നുമല്ല, ഓപ്പൺ സൊസൈറ്റി ആണല്ലോ. അതെന്തായാലും മറ്റേ ഭഗവത്ഗീതയിൽ തൊട്ടിപ്പോ 2 സത്യപ്രതിജ്ഞ നടന്നില്ലേ? തുളസി ഗബാർഡിന്റെയും കാഷ് പട്ടേലിന്റെയും നടന്നില്ലേ? കാഷ് പട്ടേൽ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ നമസ്കരിച്ചിട്ടാണ് അല്ലേ? ഇതൊക്കെ അവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അമേരിക്ക സമ്മതിക്കുന്നുണ്ട്, എല്ലാവരും കണ്ടുകൊണ്ടുമിരിക്കുന്നുണ്ട്. ആ വിചാരണ നടക്കുമ്പോൾ കാഷ് പട്ടേലിനോട് സെനറ്റർ ചോദിച്ചു, നിങ്ങളിവിടെ റേസിസം, വംശവെറി അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ അതിലേക്ക്, നമ്മുടെ ഒരു പ്രേക്ഷകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അത് വിചാരണ എന്ന് പറയരുത്, വിചാരണ ട്രയൽ അല്ല, അത് ഹിയറിംഗ് ആണ്. ഹിയറിംഗ് ആണ്, അങ്ങനെ തന്നെ പറയണം. ഹിയറിംഗിന് ഒരു മലയാളം വേണ്ടേ? അതെ. അപ്പോൾ സംവാദമെന്നോ എന്തെങ്കിലും പറയാം. അപ്പോൾ ആ സംവാദത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്ന ആ വിശദീകരണ ചർച്ചയിൽ, അങ്ങനെ പറയാം, ആ വിശദീകരണ ചർച്ചയിൽ അദ്ദേഹം ഇങ്ങനെ കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് പരിചയപ്പെടുത്തി, എൻ്റെ അച്ഛനും അമ്മയും ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, സഹോദരിയും വന്നിട്ടുണ്ട്, അവർക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്, അമേരിക്കൻ ഡ്രീം, ഞാനിപ്പോൾ ജീവിക്കുകയാണ് അമേരിക്കൻ, ഞാനൊരു ഗുജറാത്തിയാണെന്നും പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് DYFI തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്താറുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷനാണ് ദിവാകരൻ തിരുവനന്തപുരത്ത്
പൊതുയോഗം വിളിച്ചു കൂട്ടിയിട്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ലോകം ഭരിക്കാനല്ല നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്, അമേരിക്ക ഭരിക്കാനാണ് എന്നും മുന്നറിയിപ്പ്. ഇല്ലെങ്കിൽ വൈറ്റ് ഹൗസ് വളയും. ഈ ദിവാകരന്റെ പ്രസംഗത്തിന് ശേഷം മറ്റേ വാഷിങ്ടണിലൊരു ഭൂകമ്പം ഉണ്ടായതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. റിക്ടർ സ്കെയിലിൽ 1.5. ഏതായാലും ട്രംപ് പേടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് CPM-ന്റെ പുളിക്കമറ്റം ബ്രാഞ്ചിന് പിന്നാലെ ദിവാകരൻ്റെ അതിശക്തമായ മുന്നറിയിപ്പും ഭീഷണിയും താക്കീതും കേട്ട് പേടിച്ചരണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ നയങ്ങൾ മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.